ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, MLA ഒക്കെ പങ്കുവെച്ചതുപോലെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന്, മുന്നറിയിപ്പിൽ പിഴവുണ്ടോ എന്നത് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അത് ഇന്നലെ ചില ആക്ഷേപങ്ങളായി ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. രണ്ട്, മത്സ്യത്തൊഴിലാളികൾ ഇത് അവഗണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരിലേക്ക് ഇത് എത്തുന്നില്ലയോ എന്ന വിഷയവും കൂടിയുണ്ട്. മുതലപ്പൊഴി ഒരു അപകടം മുനമ്പാവുന്നത് എത്രയോ വട്ടം, എത്രയോ തവണ, എത്രയോ പ്രതിഷേധങ്ങൾ നമ്മൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു മാറ്റവുമില്ല. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യം അവിടെ പ്രാദേശികമായി ആളുകൾ എന്തെങ്കിലും വികാരം പങ്കുവയ്ക്കുകയോ വല്ലതും ചെയ്യുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? അവിടുത്തെ ഒരു കാഴ്ച എന്താണ്? ഇപ്പോഴും അതിൻ്റെ ഒരു അപകട സാഹചര്യം നമുക്ക് പ്രകടമാക്കാൻ കഴിയുമോ ക്യാമറയിലേക്ക്? നമുക്ക് ഇന്നലത്തെ അപകടം സംബന്ധിച്ച കുറച്ചുകൂടി വിശദമായ വിവരങ്ങളാണ് ഇപ്പോൾ കിട്ടുന്നത്. അതായത് എനിക്ക് വലതുവശത്ത് കാണുന്ന ആ ഭാഗത്ത് വെച്ചാണ് ഇവർ മത്സ്യബന്ധനത്തിന് പോയി കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് വള്ളം തിരിച്ചു വരികയായിരുന്നു. വള്ളം തിരിച്ചു വരുന്നതിനിടയിൽ ഈ തിരയടിച്ച് കയറുന്ന ആ ഭാഗത്ത് വെച്ച് അവർ വള്ളം ഒന്ന് ചെരിഞ്ഞ് വള്ളത്തിലുണ്ടായിരുന്നവരെല്ലാം ചാടി. അപ്പോൾ ഈ കാണാതായ രണ്ടുപേരും ആ കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നതിനിടയിൽ ഇതിൽ ഒരാൾക്ക് നീന്തൽ അല്പം വശമില്ലായിരുന്നു. അയാളെ രക്ഷപ്പെടുത്തുന്നതിനായി ഈ ഫ്രീമോൻ, അതായത് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്ന ഫ്രീമോനെയും ആ കൂട്ടത്തിൽ ചാടുന്നു. അങ്ങനെ ഈ മറ്റൊരാളെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ കല്ലിൽ പിടിച്ച് മുകളിലേക്ക് കയറുന്നതിനിടയിൽ അതിശക്തമായൊരു തിര വന്ന് പുറകിൽ നിന്ന് അടിക്കുകയും ഈ രണ്ടുപേരും കടലിലേക്ക് മറിഞ്ഞു വീഴുകയും അവിടെ നിന്ന് അവരെ കടലെടുക്കുകയുമായിരുന്നു. വേറെ പണിപ്പെട്ട ഇന്നലെ വ്യാപകമായ തിരച്ചിൽ നടന്നു. പക്ഷേ ആ തിരച്ചിലിൽ ഇന്നലെ ഫലമുണ്ടായില്ല. ഇന്ന് രാവിലെ മാത്രമാണ് കണ്ണാത്രയിൽ നിന്ന് ഒരാളുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ദാരുണമായ കാര്യം, ഇനി കണ്ടെത്താനുള്ള ഒരാൾ ഗൾഫിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ എത്തിയത്. സുഹൃത്തുക്കൾക്കൊപ്പം മത്സ്യബന്ധനത്തിന് കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് പോകുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരാഴ്ചയോടെ കഴിയുമ്പോൾ തിരികെ പോകാനിരുന്നതാണ് ഗൾഫിലേക്ക്. ഒരു കുടുംബത്തിന് മുഴുവൻ പ്രതീക്ഷയായിരുന്നു. 3 വയസ്സുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ ഇപ്പോൾ ആ ചേതനയറ്റ ശരീരം എവിടെയെന്ന് കണ്ടെത്താനുള്ള പരിശോധനയിലാണ് കോസ്റ്റൽ പോലീസ്. 3 ബോട്ടുകൾ ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നോട് ഒപ്പം ഈ സ്ഥലത്തെ ഒരു പ്രദേശവാസി ചേരുന്നു. എന്താണ് പേര്? യേശുദാസ്. ഈ സംഭവങ്ങൾ ഇപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ മഴക്കാലത്തും ഇവിടെ ഇങ്ങനെ അപകടങ്ങൾ പതിവാകുകയാണ്. പുലിമുട്ട് നിർമ്മാണത്തിൽ അശാസ്ത്രീയ അടക്കം പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടാത്തതിന് കാരണം എന്താണ്? നിങ്ങൾക്ക് എന്താണ് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും? അല്ല, സാറ് പറഞ്ഞതുപോലെ അശാസ്ത്രീയമായ പ്രവർത്തനമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എല്ലാ വർഷവും, കഴിഞ്ഞ വർഷം ഉൾപ്പെടെ 67ഓളം പേരാണ് ഇവിടെ മരണപ്പെട്ടു പോയിട്ടുള്ളത്. ഈ 67 പേരും മരണസമയത്തും ഇവിടെ കൃത്യമായിട്ട് ഇതിൻ്റെ സംവിധാനങ്ങൾ യഥാസമയം നന്നായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് കോസ്റ്റ് ഗാർഡുണ്ട്. പക്ഷേ ഇവർക്കൊന്നും ഒരു കടലിൽ അപകടത്തിൽപ്പെട്ടാൽ സഡൻലി അവരെ രക്ഷിക്കാനുള്ള ശേഷി ഇവർക്കാർക്കുമില്ല. അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല, അതിനുള്ള ട്രെയിനിങ് ഒന്നും കിട്ടിയവരല്ല ഇവിടെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളിക്ക് അപകടം സംഭവിക്കുമ്പോഴെല്ലാം അവർ മരണപ്പെടുകയാണ്. പക്ഷേ അവർ ആ തക്ക സമയത്ത് സഹായിക്കാനുള്ള ഗവൺമെൻറ് സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് തമിഴ്നാടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇത്ര ഒരു അപകടം ഉണ്ടായി അപ്പം തന്നെ എന്ത് ചെയ്യാണ്, ഹെലികോപ്റ്റർ ഉൾപ്പെടെ വന്ന് അവിടെ അപ്പം തന്നെ എന്ത് ചെയ്യുന്നു, അവരെ സഹായിക്കുന്നു, അവരെ എടുക്കാൻ പറ്റുന്നവരെ എടുക്കുന്നു, അവരെ രക്ഷിക്കുന്നു. പക്ഷേ മറിച്ച് ഇവിടെ ഈ മുതലപ്പൊഴിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഗവൺമെൻറ് സംവിധാനങ്ങളൊന്നും ശരിയായി പണ്ടേ പ്രവർത്തിക്കുന്നില്ല. അതായത് ജീവൻ രക്ഷിക്കുമ്പോൾ മാത്രമാണ് രക്ഷാപ്രവർത്തനമാകുന്നത്, അതല്ലെങ്കിൽ അതൊരു തെരച്ചിൽ മാത്രമാണ്. ഇവിടെ തെരച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ, ജീവൻ രക്ഷാപ്രവർത്തനം നടക്കുന്നതേ ഇല്ല. അപ്പോൾ അതിനാവശ്യമായ ഞങ്ങൾ പറയുന്നത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ തന്നെ ട്രെയിൻ ചെയ്തെടുത്തു. ഈ പറയുന്ന ശരിക്കും പറഞ്ഞാൽ കർക്കിടക സമയത്താണ്, ഈ കടൽ ക്ഷോഭത്തിൻ്റെ സമയത്താണ് ഇവിടെ അപകടം സംഭവിക്കുന്നത്. അല്ലാത്ത സമയത്ത് ഈ പൊഴിമുഖത്ത് അപകടം ഉണ്ടായിട്ടില്ല. ഇത് എല്ലാ വർഷവും നടക്കുകയാണ്. അപ്പോൾ ഇത്ര 67 പേര് മരിച്ചിട്ടും ഇപ്പോഴും 2 എണ്ണം മരിച്ചിരിക്കുകയാണ്. എന്നിട്ട് പോലും എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ കൃത്യമായിട്ടുള്ളൊരു ഇടപെടലെന്നല്ല ഉദ്ദേശിക്കുന്നത്, കാര്യക്ഷമതയില്ലായ്മയാണ്. നമ്മുടെ ഒരു സംവിധാനമില്ല. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു അപകടം സംഭവിച്ചാൽ തന്നെ വിഴിഞ്ഞത്താണ് ഒരു ബോട്ടുള്ളത്. ഇത് അവിടെ നിന്ന് ഓടി 5 തെങ്ങിൽ വരണമെങ്കിൽ ഈ സമയത്ത് എങ്ങനെയില്ലെങ്കിൽ 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂറിനകത്ത് ഈ ആളിനെ രക്ഷിക്കാൻ പറ്റുമോ സാറേ? അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോൾ ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ തന്നെ പറയുന്നു ഇവിടെ മഴക്കാലത്താണ് ഈ കെടുതി രൂക്ഷമാകുന്നത്, കർക്കിടകത്തിനാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കടലിലേക്ക് പോകുമ്പോൾ നമ്മളോട് കുറച്ചൊരു ജാഗ്രത പാലിക്കേണ്ടതില്ലേ? നമ്മുടെ ഒരു ജാഗ്രത കുറവ് കൊണ്ടുകൂടിയല്ലേ ഇങ്ങനെ? അതിനകത്ത് ഇവിടെ ഇവർക്ക് ഉപജീവന മാർഗം ഇതാണ്. ഇവർക്ക് അന്നന്ന് കടലിൽ പോയാലേ ജീവിക്കാൻ പറ്റും ഇവിടുത്തെ നാട്ടിലുള്ള ജനങ്ങൾക്ക്. അത്രയ്ക്ക് പട്ടിണിയും പാവങ്ങളുമാണ്. ഇതാണ് ഇവരുടെ ഉപജീവന മാർഗം. അതുകൊണ്ട് അവരെ കരയ്ക്ക് നിൽക്കിട്ട് ഇങ്ങനെ വള്ളം ഇറക്കരുതെന്ന് പറഞ്ഞാൽ അവർക്ക് ആര് പൈസ കൊടുക്കും? അവർക്ക് ജീവിക്കുന്നത് എങ്ങനെ? അവർക്ക് പട്ടിണി മാറ്റുന്നത് എങ്ങനെ?
അത് അവർ പലപ്പോഴും ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഗവൺമെൻറ്റിനോട് പണ്ടേ പറയുന്നത്. എന്താണ്, നിങ്ങൾ ഞങ്ങളുടെ പണിക്ക് പോകണ്ടെന്ന് ഗവൺമെൻറ് എപ്പോഴും 3 മാസത്തിൽ ഈ കർക്കിടക സമയത്ത് ആരും പണിക്ക് കൊടുത്ത് കാറ്റ് കടലെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യണം, പണിക്ക് പോകാത്തവർക്ക് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു എമൗണ്ട് അവർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ പണ്ടേ ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ നടക്കുന്നില്ല. അവർക്ക് പട്ടിണി മാറ്റാം, ഇവർക്ക് എന്തെങ്കിലും റേഷനെങ്കിലും കൊടുക്കട്ടെ എന്നാൽ ഞങ്ങൾ പറയും. റേഷനും കിട്ടുന്നില്ല. റേഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള റേഷനാണ് ഈ കൃത്യമായിട്ടുള്ള ഈ റേഷൻ? ഗവൺമെൻറ് പറഞ്ഞ ഒരു മഞ്ഞ കാർഡിന് ഇത്ര കിലോ, ഒരു ചുവപ്പ് കാർഡിന് ഇത്ര കിലോ, അതേ കിട്ടും. അതുകൊണ്ട് ഒരു മാസം കഴിയാൻ പറ്റുമോ സാറേ? അപ്പോൾ അങ്ങനെ നിറയെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാകുന്ന കാര്യം ഒന്നേ ഉള്ളൂ. എന്താണ്, ഇവിടുത്തെ ഈ സംവിധാനം, ഗവൺമെൻറ് സംവിധാനം, ഈ കടലിലെ രക്ഷാപ്രവർത്തനത്തിനുള്ള സംവിധാനം സജീവമാക്കണം. അതിനാവശ്യമായ 1-2 കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടുകൾ യഥാസമയം ആളുകളെ രക്ഷിക്കുന്നതിനാവശ്യമായ 2-3 ബോട്ടുകൾ ഇവിടെ ഉണ്ടാക്കണം. ഇവിടെ ഈ 5 തെങ്ങ് കടലിലുണ്ടായിരിക്കണം. അതായത് വിഴിഞ്ഞത്തും നടക്കമാണ് ഇപ്പോൾ ഈ ബോട്ടുകൾ ഇവിടെ വരുന്നത്. അപ്പോഴേക്ക് ഈ ആൾ മരിച്ചിട്ട് കഴിഞ്ഞു. അല്ലാതെ ഇവിടെ ശരിക്കും രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല സാറേ. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞൊരു കാര്യം പേരിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. ആൾ മരണപ്പെടുമ്പോൾ തെരഞ്ഞ് കണ്ടെത്തുന്നു, ഇത് തന്നെ. അല്ല, ആളിനെ രക്ഷിക്കുന്ന ഒരു സംവിധാനം ഇവിടെ സജീവമല്ല. അപ്പോൾ അത്തരത്തിലാണ് ഈ പ്രദേശവാസികളടക്കം പങ്കുവെക്കുന്ന കാര്യങ്ങൾ. അതായത് രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് ജീവൻ രക്ഷിക്കുന്നതാണ്, അത് നടക്കുന്നില്ല. തെരച്ചിൽ മാത്രമാണ്. ഈ ജീവൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കടലിൽപ്പെട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ആളിന് വേണ്ടി തെരച്ചിൽ നടത്തുന്നത് അത് രക്ഷാപ്രവർത്തനമായിട്ട് അങ്ങനെ പറയാൻ കഴിയുമെന്ന ആശങ്ക കൂടിയാണ് അവർ പങ്കുവെക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഈ കാണാതായ ആളുകൾ ഉൾപ്പെടെ ഏതാണ്ട് ഒരു 65-ന് മുകളിലധികം ആളുകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഈ മുതലപ്പുഴയിൽ മാത്രം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രാധാന്യത്തോടെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കരുതേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ട ഒരു സ്ഥലമാണ് മുതലപ്പുഴ എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇവിടെ ഈ തുടർച്ചയായി മഴക്കാലത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ. ഈ സമീപത്തെ 2 പോലീസുകാരെ നമുക്ക് കാണാം. അതിലൊരാൾ, അതായത് ഇവിടേക്ക് വരെ അതിശക്തമായി തിരയടിച്ച് കയറും. എനിക്ക് തോന്നുന്നത് അദ്ദേഹം നനഞ്ഞു കുളിച്ച് നിൽക്കുകയാണെന്നാണ് നമുക്കിവിടുന്ന് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഇങ്ങനെ നിന്ന് ബൈനോക്കുലർ ഉപയോഗിച്ച് നോക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിയൂ. അതാണ്, അത്രയും രൂക്ഷമായ രീതിയിലാണ് കടലാക്രമണം, തിരയടിച്ച് അതിശക്തമായ തിരയടിച്ച് ഈ മുകളിലേക്ക് കയറുന്നത്. അതുകൊണ്ട് ഈ മൃതദേഹം ഇനി കണ്ടെത്താനുള്ള ഒരു മൃതദേഹം അത് ഇവിടെ എവിടെയെങ്കിലും അടിഞ്ഞിട്ടുണ്ടോ എന്ന് ഇവിടെ നിന്ന് ബൈനോക്കുലറിൽ പരിശോധിക്കുക മാത്രമാണ് ഈ ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് ചെയ്യുന്നത്. മറ്റ് 3 ബോട്ടുകൾ സമീപ സ്ഥലങ്ങളിലെ ഈ പോക്കറ്റ് ഏരിയാസിലടക്കം അത്തരം ഏതെങ്കിലും സ്ഥലത്ത് ഈ മൃതദേഹം അടിഞ്ഞിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധനകളൊക്കെ ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ പോലീസിൻ്റെയോ കോസ്റ്റ് ഗാർഡിൻ്റെയോ ഒരു സ്ഥിരം സംവിധാനം ഇല്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ് നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, ഡാൻ സൂചിപ്പിച്ചതാണ്. ഡാനും തുടരുക. എന്തായാലും പ്രേക്ഷകർ ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് തോന്നാം ഒരു പക്ഷേ പ്രേക്ഷകർക്കും സ്ഥിരമായി പോലീസിൻ്റെ നിരീക്ഷണ സംവിധാനവും മറ്റും ഉള്ള സ്ഥലമാണോ എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പോൾ അപകടം നടന്നപ്പോൾ മാത്രമാണ് പോലീസിൻ്റെ അടക്കമുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാകുന്നത്. അതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. ഡാനിനൊപ്പമുള്ള ബിപിൻ മുരളിയുടെ ക്യാമറ ദൃശ്യങ്ങൾ എനിക്ക് തോന്നുന്നു അപകടത്തുരുത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് വിശദമായി പോകാമെന്ന് തോന്നുന്നു. കാരണം മുതലപ്പുഴ അപകടത്തുരുത്താവുന്നത് എന്തുകൊണ്ട്, എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കടലിൽ വെച്ച് തിരമാലയിൽപ്പെട്ട് ബോട്ടും വള്ളവും ഒക്കെ മറിയുന്നത് കടലപകടങ്ങളിൽ പതിവാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മുതലപ്പുഴയിൽ സംഭവിക്കുന്ന മറ്റൊന്നാണ്. അതായത് ബോട്ട് ലാൻഡിംഗ് ഏരിയയിൽ നിന്നും കടലിലേക്ക് പ്രവേശിക്കുന്ന ഇടത്ത് തന്നെ വള്ളങ്ങളോ ബോട്ടുകളോ തലകുത്തനെ മറിയുന്നു എന്ന അസാധാരണമായ സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. അതായത് അപകടം തൊട്ട് മുന്നിൽ കാണുന്നു, അതിലേക്ക് പോവേണ്ടി വരുന്നു മത്സ്യത്തൊഴിലാളികൾ എന്നതാണ്. ഡാൻ നേരത്തെ അവിടെ പ്രദേശവാസിയോട് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കല്പം ജാഗ്രതക്കുറവ് ഉണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അവർക്ക് മറ്റൊരു ഉത്തരമാണ്, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ, അന്നത്തെ ദിവസം മറികടക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് മാത്രമേ മാർഗമുള്ളൂ എന്ന ചോദ്യമാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? മുതലപ്പുഴയെ ഒരു പ്രത്യേക പ്രദേശമായി കണ്ട് പരിഗണിച്ച് ഇടപെടേണ്ട സമയം അതിക്രമിച്ചു എന്നത് കൂടിയാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അപ്പോൾ മുതലപ്പുഴ എന്ത്, എങ്ങനെയെന്നതാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ് എൻ്റെ യഥാർത്ഥമായ ചിത്രം. അതായത് കടലിലേക്ക് നീണ്ടു കിടക്കുന്ന പുലിമുട്ട്, ഈ പുലിമുട്ടിൻ്റെ ഇടയിലൂടെ, ഇടുങ്ങിയ പുലിമുട്ടുകൾക്ക് ഇടയിലൂടെ വേണം ബോട്ട് ലാൻഡിംഗ് ഇടങ്ങളിൽ നിന്നും വള്ളങ്ങൾ കുതിച്ച് അല്ലെങ്കിൽ ബോട്ടുകൾ കുതിച്ച് കടലിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷേ ആ സമയത്ത് കടലിൽ വലിയ തിരമാലകൾ ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറുന്നു. അപ്പോൾ തിരമാലകളെ പകുത്ത് മാറ്റിക്കൊണ്ട് വേണം കടന്നു പോവുക എന്ന വലിയ വെല്ലുവിളി പലപ്പോഴും പല വള്ളങ്ങളും
അവിടെ ഇടിച്ചു വീഴുകയാണ് പലത്. പുലിമുട്ടിൽ ഇടിച്ചു തകരുന്നത് നിത്യസംഭവമാണ്. ഈ കേസിൽ സംഭവിച്ചതും ആ കല്ലിൽ പിടിച്ച് ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിൽ കൂടിയും കടലെടുത്തുപോയി എന്നതാണ് സാഹചര്യം അവിടെ കണ്ടത്. മരണപ്പൊഴി തന്നെയായി മുതലപ്പൊഴി മാറുന്നു എന്ന എല്ലാ അർത്ഥത്തിലും സംഭവിക്കുന്ന അതാണ്. എത്രയോ തവണകളിൽ എത്രയോ ജീവനുകൾ പൊലിഞ്ഞ ഇടമായി മുതലപ്പൊഴി മാറുന്നു എന്ന സാഹചര്യമാണ്. എത്രയോ പേരുടെ കണ്ണീര്, എത്രയോ പേരുടെ ദീർഘനാളത്തെ ചോദ്യങ്ങൾ, സർക്കാരുകളുടെ പല ഇടപെടലുകളൊക്കെ പല ഘട്ടങ്ങളിൽ നടന്നിട്ടും അതിന് പരിഹാരമില്ല. എന്താണ്, എവിടെയാണ് പ്രശ്നം, എങ്ങനെ പരിഹാരം എന്നത് ഇന്നും അവശേഷിക്കുന്ന ഒരു ചോദ്യമായി തുടരുന്നു എന്നാണ് സാഹചര്യം. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, ഒരു കാര്യം കൂടി ഡാൻ, തിരച്ചിൽ യഥാർത്ഥത്തിൽ കാണാതായ ആ വ്യക്തിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മുതലപ്പൊഴിയിൽ നടത്തിയാൽ പോരാ എന്ന ഒരു വസ്തുത കൂടിയുണ്ടല്ലോ. കാരണം മറ്റു തീരങ്ങളിലേക്ക്, കണ്ണാന്തുറയിലാണല്ലോ ഈ ഫ്രീമോൻ്റെ മൃതദേഹം കിട്ടിയത്. അപ്പോൾ കൂടുതൽ ഇടങ്ങളിലേക്ക് ഒരു പക്ഷേ അത് കടന്നു പോകാനുള്ള സാധ്യത ഉണ്ടാകാം അല്ലേ? അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് അതിൽ കൃത്യമായി നമുക്ക് അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് അല്ലെങ്കിൽ എവിടെയാകുമെന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ നൽകുന്ന സൂചന അനുസരിച്ച് സാധാരണയായി അങ്ങ്, അതായത് ഞാൻ കൈ ചൂണ്ടുന്ന ഭാഗത്ത്, ഈ കടലിൽ നിന്ന് ഈ പൊഴിയിലേക്ക് കയറുന്ന ഭാഗത്ത് ഈ കടലാക്രമണം നേരിടുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ചിട്ടുള്ള പുലിമുട്ടുകളുണ്ട്. പക്ഷേ അവിടുത്തെ പ്രശ്നം, ഇവിടെ ഡ്രഡ്ജിങ് അടക്കം നടന്നിട്ട് ഏതാണ്ട് 1 വർഷത്തിന് മുകളിലായി, കൃത്യമായി ഡ്രഡ്ജിങ് അടക്കം നടന്നിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഈ താഴേക്ക് സ്വാഭാവികമായി ആഴം കുറവാണ്. ആഴം കുറവാകുമ്പോൾ അവിടേക്ക് വള്ളങ്ങൾ കരയിലേക്ക് അടുപ്പിക്കാനായി കയറ്റിക്കൊണ്ട് വരുന്ന വഴിക്ക് വലിയ തിരമാലകളിൽപ്പെട്ട് ഈ പുലിമുട്ടിൽ തന്നെ തട്ടി ഇത് മറിയുന്നതാണ് ഈ അപകടങ്ങളിങ്ങനെ തുടർച്ചയായിട്ടുണ്ടാകുന്നതിന് കാരണം. അപ്പോൾ 1 വർഷം മുമ്പ് മുതൽ ഇങ്ങനെ ഈ അപകടങ്ങൾ ഇങ്ങനെ പതിവായി ഉണ്ടാകാറുണ്ട്. അവിടെ 60 പേർക്ക് മുകളിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് അവിടുത്തെ ഈ അശാസ്ത്രീയമായ നിർമ്മാണം അത് മാറ്റാൻ, അല്ല കൃത്യമായി ഡ്രഡ്ജിങ് നടത്തി ആഴം വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. ഇപ്പോൾ കണ്ണാന്തുറയിൽ നിന്നാണ്, അതായത് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് കണ്ണാന്തുറ, കണ്ണാന്തുറയിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീജിന് വേണ്ടിയുള്ള തെരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ട കാര്യം, ഒരു 500 മീറ്റർ ദൂരമുണ്ട് ആ പുലിമുട്ട് അവസാനിക്കുന്ന ഭാഗത്ത് നിന്ന് ഈ മുതലപ്പൊഴി പാലം വരെയുള്ള ഭാഗത്തേക്ക്. അപ്പോൾ ഈ 500 മീറ്റർ ദൂരത്തിൻ്റെ 2 വശങ്ങളിലായി, വലതുവശത്തും ഇടതുവശത്തുമായിട്ടാണ് ഈ പുലിമുട്ടുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 500 മീറ്റർ ദൂരത്തെ മണ്ണ് നീക്കം ചെയ്യാനാണ് ഈ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ അതെന്താണ് അതിൻ്റെ മെല്ലെപ്പൊക്കിന് കാരണമെന്നതിൽ നമുക്കും ഒരു വ്യക്തതയില്ല. ഇവരെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരൊക്കെ അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തിയിരുന്നു. അവർ പക്ഷേ നമ്മളോട് ഓൺ റെക്കോർഡിൽ ഒന്നും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. 3 ബോട്ടുകൾ പരിശോധന നടത്തുന്നു. കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു കപ്പൽ കൂടി എത്തുന്നുണ്ട്. അത് കൊല്ലത്ത് മറ്റൊരു അപകടമുണ്ടായ സ്ഥലത്തേക്ക് എത്തിയ ശേഷം ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കും ഇവിടേക്ക് എത്തുന്നതെന്ന സൂചന മാത്രമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു സ്ഥിരം നിരീക്ഷണ സംവിധാനമോ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടാനുള്ള ഒരു ഔദ്യോഗിക ഉദ്യോഗസ്ഥ തല സംവിധാനമോ ഇല്ലാതിരിക്കുന്നതാണ് ഇങ്ങനെ ഓരോ മഴക്കാലത്തും വർഷകാലത്തും ഇവിടെ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന 2 പേരുടേത്, അല്ലെങ്കിൽ കാണാതായിരിക്കുന്ന 2 പേരുടേത് അവസാനത്തെ വാർത്തയാകട്ടെ. കാരണം ഇതിൽ അടിയന്തരമായൊരു ഇടപെടലാണ്, ആക്ഷേപങ്ങൾക്കപ്പുറം ഇടപെടലാണ് ആവശ്യം. ആ ഇടപെടൽ വൈകുന്നതാണ് തുടർച്ചയായി വർഷകാലത്ത് ഈ അപകടങ്ങൾ ഇങ്ങനെ പതിവാകാൻ കാരണം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സമയത്ത് തന്നെ കടൽ തിരമാലകൾ അതിരൂക്ഷമായി കല്ലുകൾക്ക് മുകളിലൂടെ ഈ പുലിമുട്ടിനടുത്തേക്ക്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിലേക്ക് അടുത്തേക്ക് അടിച്ച് കയറുകയാണ്. അപ്പോൾ അതിൽ തട്ടി വള്ളങ്ങൾ മറിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സ്വാഭാവികമാണ്. അവിടെ നമ്മൾ കൃത്യമായി തന്നെ ഈ സമയത്തെങ്കിലും അങ്ങനെയാണെങ്കിൽ കടലിൽ ഇറങ്ങാതിരുന്നു കൂടെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞങ്ങൾക്കാര് അന്നം തരും എന്ന ചോദ്യം തിരിച്ചവർ ചോദിക്കുമ്പോൾ അതിന് നിസ്സഹായരായി നമുക്ക് നിൽക്കാൻ മാത്രമേ, വാക്കുകളില്ലാതെ നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ജീവനാണ് വലുത്, അന്നം പ്രധാനമാണ് ജീവൻ നിലനിർത്താൻ, പക്ഷേ ജീവനാണ് വലുത്. ആ ഒരു മുന്നറിയിപ്പ് കൂടി കൃത്യമായി തന്നെ ആ മത്സ്യത്തൊഴിലാളികളും പാലിക്കേണ്ടതുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി മുന്നറിയിപ്പുകൾ കഴിഞ്ഞ ഒരാഴ്ചയായി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് ഇത്തരത്തിലൊരു അപകടത്തുരുത്തായി മുതലപ്പൊഴിയെ വീണ്ടും മാറ്റുമെന്നാരും കരുതിയില്ല. ദൗർഭാഗ്യവശാൽ അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി ആ കുടുംബത്തിൻ്റെ വേദനയകറ്റ, ഒരു കുടുംബത്തിന് മുഴുവൻ പ്രതീക്ഷയായി ഗൾഫിലേക്ക് പോയതായിരുന്നു ശ്രീജിൻ. ആ ശ്രീജിൻ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും മടങ്ങിപ്പോകേണ്ടതാണ്. ആ ഇടവേളയിൽ ഇവിടേക്ക് എത്തിയതാണ് സുഹൃത്തുക്കൾക്കൊപ്പം മത്സ്യബന്ധനത്തിന്. പക്ഷേ അത് അവസാന യാത്രയായി. ശ്രീജിൻ്റെ മൃതദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ മുതലപ്പൊഴിയുടെ വിവിധ ഭാഗങ്ങളായി കോസ്റ്റ് ഗാർഡും പോലീസും ഒക്കെ ചേർന്ന് ഇപ്പോഴും തുടർന്നുകൊണ്ട് ഇരിക്കുന്നത്.